കൊല്ലം പാർവതി മില്ലിന്റെ പേരിൽ എംപി എൻ പീതാംബരക്കുറുപ്പ് മുതലക്കണ്ണീരാണ് ഒഴുക്കുന്നതെന്ന് യുവമോർച്ച ആരോപിച്ചു. മുതലക്കണ്ണീരൊഴുക്കാതെ മില്ലിനെ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയാണ് എംപി ചെയ്യേണ്ടതെന്ന് യുവമോർച്ച ചൂണ്ടിക്കാട്ടി. നൂറുകണക്കിന് തൊഴിലാളി കുടുംബങ്ങൾക്ക് അന്നം നൽകിയിരുന്ന പാർവതി മില്ലിന്റെ ഭൂമിയും കോടികൾ വരുന്ന യന്ത്രസാമഗ്രികളും ആക്രി ലോബികൾക്ക് വിൽക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. വൻകിട ലോബികളാണ് ഇതിനായി പ്രവർത്തിക്കുന്നത്. മില്ലിന്റെ തകർച്ചയ്ക്ക് ഇരു മുന്നണികളും ഉത്തരവാദികളാണ്. മില്ലിനെ സംരക്ഷിക്കുന്നതിൽ മന്ത്രി ഷിബു ബേബി ജോണും വീഴ്ച വരുത്തി. പാർവതി മില്ലിന്റെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾ നടത്തുമെന്നും യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് KR രാധാകൃഷ്ണൻ പറഞ്ഞു. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കോടാനുകോടി രൂപ വില വീഴുന്ന ഈ ഭൂമി മറിച്ചു വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും നേതൃത്വത്തിലുള്ള ഒരു വൻകിട ലോബി കൊല്ലത്തെ ഒരു കുത്തക മുതലാളിയുമായി ചേർന്നിട്ട് കരാർ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് പീതാംബരക്കുറുപ്പ് MP ഇന്ന് കാണിക്കുന്നത് വെറും മുതലക്കണ്ണീരൊഴുക്കുന്ന പരിപാടിയാണ് നടത്തുന്നത്. വെറും പ്രഹസനം കാണിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ വില വരുന്ന സാധനങ്ങൾ ആക്രി സാധനമായിട്ട് കണ്ടുകൊണ്ട് തമിഴ്നാട് ലോബിക്ക് വേണ്ടി മറച്ചു വയ്ക്കുകയും യൂത്ത് കോൺഗ്രസിന്റെയും ചില ആൾക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചില നാടകമാണ് പീതാംബരക്കുറുപ്പ് നടത്തുന്നത്. അല്ലാതെ പീതാംബരക്കുറുപ്പിന് പാർവതി മില്ല് സംരക്ഷിക്കുന്നതിനോട് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ കേന്ദ്ര ടെക്സ്റ്റൈൽ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായിട്ട് കഴിഞ്ഞ വർഷം ടെക്സ്റ്റൈൽ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച പാക്കേജ് നടത്തുകയായിരുന്നു വേണ്ടത്. പാർവതി മില്ലിൽ നിന്ന് യന്ത്രസാമഗ്രികൾ വാഹനത്തിൽ കടത്താനുള്ള ശ്രമം MPയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.